ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമ്പ് തുടങ്ങുന്നത് മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിങ് എന്നുള്ളൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ആൻഡ് ഇതിൽ ആരൊക്കെ എന്നും രാവിലെ എന്നിട്ട് എക്സസൈസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഞാനും കൈവെക്കും. ഞാനൊരു ജിം ഫ്രീക്കാണ്. കുറച്ചും കൂടെ പേര് അതിലേക്ക് വരാനുണ്ട്. ചാടി ഓടി വർക്ക്ഔട്ട് ചെയ്യുമെന്നും ചെയ്യാറുണ്ട്. യെസ്, അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പ്രാധാന്യമൊക്കെ നിങ്ങളെ മനസ്സിലാക്കി തരാനും മൈൻഡും ഫിസിക്കൽ ട്രെയിനിങ്ങും തമ്മിലുള്ള ഒരു കണക്ഷനും ഇതൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ആരായിരിക്കും നമ്മളുടെ കൂടെ ഉണ്ടാവുക? നമ്മുടെ സ്വന്തം ബ്രഹ്മചാരി ശിവാനന്ദൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുത്താലോ? ബ്രഹ്മചാരി ശിവാനന്ദൻ സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിലെ ഓൺലൈൻ പ്രോഗ്രാമുകളുടെ ചെയർപേഴ്സണായി സേവനമനുഷ്ഠിക്കുന്നു. ഭാരതീയ ജ്ഞാന പരമ്പരയിൽ 50-ലധികം ഓൺലൈൻ കോഴ്സുകൾ വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അക്കാദമിക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ബ്രഹ്മചാരി ശിവാനന്ദൻ. ബ്രഹ്മചാരി ശിവാനന്ദന്റെ അക്കാഡമിക് യാത്ര വൈവിധ്യമാർന്ന വിഷയങ്ങളാൽ സമ്പന്നമാണ്. ഫിസിക്കൽ ബിരുദാനന്തര ബിരുദമുള്ള അദ്ദേഹം പ്രശസ്തമായ ലോണോവാല വൈകല്യധാമയിൽ നിന്നും പരിശീലനം നേടിയ ഒരു യോഗ ഇൻസ്ട്രക്ടർ കൂടിയാണ്. ലൈഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം അറ്റ് അമൃത അഥവാ ലീപ്പിന്റെ സ്ഥാപക അംഗമായ അദ്ദേഹം കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 1000-ലധികം വിദ്യാർത്ഥി വർക്ക്ഷോപ്പുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. അമൃത സർവകലാശാലയിലെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ലോയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം എന്ന നിലയിൽ സർവകലാശാല ഭരണത്തിലും അദ്ദേഹം തൻ്റെ സംഭാവനകൾ നൽകുന്നു. അപ്പോൾ സർ, നമ്മുടെ കുട്ടികളുടെ എനർജി കണ്ടിട്ട് 2 വാക്ക്. എല്ലാവരും എനിക്ക് തോന്നുന്നു നല്ല എനർജിയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ സെഷൻ പകുതിയും ഇന്നലെ തന്നെ നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ നല്ല പ്രതിജ്ഞയൊക്കെ എടുത്ത് വന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാം. അടുത്ത ഏകദേശം ഒരു 45 മിനിറ്റ് നേരം അല്ലേ? അപ്പോൾ ആദ്യം ഗുരുജി നമുക്ക് വിളക്ക് കൊളുത്തി തന്നെ തുടങ്ങാം. ഗുരുജിയുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഗുരുജിയെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ കെ നായർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് സർ. ഗുരുജിക്ക് ചെറിയൊരു സ്നേഹോപഹാരം നൽകാൻ നമ്മുടെ സ്വന്തം ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ മാം. താങ്ക് യു സോ മച്ച് മാം. റെഡിയാണോ? നിങ്ങളല്ല, ആ സൈഡ്. നിങ്ങൾ റെഡിയല്ലേ? റെഡിയാണ്. ശരി. അപ്പോൾ നമ്മുടെ കളിയിൽ അല്പം കാര്യം 2ാം ദിവസം നമ്മൾ തുടങ്ങാൻ പോവാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഇവിടെ രാവിലെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങളുടെ ശരീരം മാത്രമാണോ ഇവിടെ എത്തിയിരിക്കുന്നത്, അതോ മനസ്സും ഇവിടെ എത്തിയിട്ടുണ്ടോ? രണ്ടും എത്തിയിട്ടുണ്ട്. ഒന്ന് പരീക്ഷിച്ചോട്ടെ. നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്, പക്ഷെ ആ സൈഡിൽ നിന്ന് എനിക്ക് ഒരു നല്ലൊരു മറുപടി കിട്ടുന്നില്ല. മനസ്സ് ഇവിടെ ഉണ്ടോയെന്നൊന്ന് പരീക്ഷിച്ചോട്ടെ. ശരി. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ പേര് പോലെ നമുക്ക് ചെറിയൊരു കളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. റെഡിയാണോ? ഓക്കെ. അപ്പോൾ ആദ്യം ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ശ്രീരാമന് എത്ര സഹോദരങ്ങളുണ്ട്? 5? 3. കറക്റ്റ്, 3. താൻ കൈ പൊക്കിയതാണല്ലേ? ശരി. ശ്രീകൃഷ്ണനോ? 2, 3, 1. കറക്റ്റ്, 1. 3. ചോദ്യം ഉത്തരം പറയണ്ട, അങ്ങനത്തെ ഉത്തരം പറയണ്ട. എത്ര ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ശരി. 3ാമത്തത് വളരെ ടഫായിട്ടുള്ളതാണ്. ശിവൻ. ഞാനല്ല,
അരെ പരമശിവൻ, അദ്ദേഹത്തിന് എത്ര സഹോദരങ്ങളുണ്ട്? ഇല്ല. ശരി, അപ്പോൾ ഇത് മൂന്നൊന്നും ഓർത്തിരിക്കുക. ഒരാൾക്ക് 0 സഹോദരങ്ങൾ, മറ്റൊരാൾക്ക് 3 എണ്ണം, മറ്റൊരാൾക്ക് 1 എണ്ണം. അപ്പോൾ ഇതൊന്ന് ഓർത്തിരുന്നാൽ ഇത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടി. ഇനി ഇൻഫർമേഷൻ ഞാൻ ചെറിയൊരു ഗെയിമിലേക്ക് മാറ്റാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാവുന്ന ഗെയിമാണ്. ഞാൻ രാമൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര തവണ കൈയടിക്കണം? 3 സഹോദരങ്ങൾക്ക് വേണ്ടി ഓരോ കൈയടി. കൃഷ്ണൻ എന്ന് പറയുമ്പോഴോ 1, ബലരാമന് പോവും ആ കൈയടി, കേട്ടോ. ശിവൻ, വാട്ടപൂജം. ശിവൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ധ്യാനിച്ച് ഇങ്ങനെ മനസ്സിങ്ങനെ പ്രപഞ്ചത്തിൽ ലയിപ്പിച്ചിരിക്കുന്ന നമ്മുടെ ആദിയോഗിയായ ശിവൻ. റെഡിയാണോ എല്ലാവരും? ആദ്യം നമുക്ക് ഈ സൈഡിലെ കുട്ടികളെ കൊണ്ട് ചെയ്യാം, പാരൻസിന് പങ്കെടുക്കാം. രാമൻ, ശിവൻ. എവിടെ പോയി? മനസ്സ് ഇവിടെ ചിന്മയ ബാലവിഹാറിലുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സ് എവിടെയോ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ്. ശരി, എല്ലാവരും ഒരുമിച്ച് റെഡിയാണോ? ഈ സൈഡിലെ കുട്ടി റെഡി ആയിട്ടില്ല. എത്തിയോ? തുടങ്ങാം. കൃഷ്ണൻ, രാമൻ, ശിവൻ. എവിടെയോ കൊണ്ടുപോയി. ഒന്നും കൂടി, ലാസ്റ്റ് റൗണ്ട്. എല്ലാവരുടെയും മനസ്സിന് ഇവിടെ ഉണ്ടോ എന്ന് ഒന്നും കൂടെ ഉറപ്പ് വരുത്തുവാണ്. പിന്നെ അവിടെ ഇരിക്കുന്നവർ ഇവിടെ തന്നെ വരണേ, മൈൻഡിലേക്ക് ഒന്ന് വലിച്ചു കൊണ്ടുവരണേ ഇങ്ങോട്ട്. ശിവൻ വളരെ ഉത്സാഹത്തോടുകൂടി കൈയടിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നന്ദി. രാമൻ, കൃഷ്ണൻ, ശിവൻ. കണ്ടോ, കുറച്ച് ശ്രദ്ധ നമുക്ക് കിട്ടി, അവയർനെസ് കിട്ടി. നമ്മൾ ഈ ഹാളിലേക്ക് വന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ അവയർനെസ് നമുക്ക് ഈ ദിവസം മാത്രം നിർത്തിയാൽ പോരാ, ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസ്സിനെ നമ്മുടെ കയ്യിൽ ഈ നിമിഷത്തിൽ കൊണ്ടുവരുന്നു നിർത്താൻ നമുക്ക് സാധിക്കണം. നമുക്കിപ്പോൾ പലതരത്തിലുള്ള ഇൻഫർമേഷൻ ഡെയിലി കിട്ടുന്നുണ്ട്. ഒരു 5 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് കിട്ടി 3 പേർക്ക്, അതായത് ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അതേപോലെ ശിവൻ. കൈയടിക്കല്ലേ? ഇവർക്കുള്ള സഹോദരങ്ങളുടെ ഏകദേശ ലിസ്റ്റ് നമുക്കറിയാം. അപ്പോൾ ഇവർക്കനുസരിച്ച് കൈയടിക്കാൻ പറഞ്ഞ ഒരു ഇൻഫർമേഷൻ കിട്ടി. ആ ഇൻഫർമേഷൻ നമ്മളെ മനസ്സിലിട്ടൊന്ന് പ്രോസസ്സ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സാർ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കൈയടിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ കൈകളോട് ഈ ഇൻഫർമേഷൻ കൊടുത്തു. രാമൻ എന്ന് പറയുമ്പോൾ ഇത്ര തവണ അടിക്കണം, ശിവൻ എന്ന് പറയുമ്പോൾ അടിക്കരുത് എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈയോട് പറഞ്ഞു, അഥവാ നിങ്ങളുടെ ശരീരത്തിലെ ഒരു അവയവത്തോട് പറഞ്ഞു. അതിനനുസരിച്ച് പരമാവധി ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു 100% അവസാനത്തെ റൗണ്ടിൽ എല്ലാവരും വിജയിച്ചു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെ ആവണം. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് ആവശ്യാനുസരണം നമ്മുടെ മൈൻഡിനെയും നമ്മുടെ ശരീരത്തിനെയും ട്രെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇതിനുള്ള ചെറിയ ഒരു എളുപ്പവഴി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്, അഥവാ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. വെറുതെ ഒരു പ്രഭാഷണമല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കായിട്ട് അതിൻ്റെ ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് 1-2 ചെറിയ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ മിടുക്കന്മാരും മിടുക്കികളുമാണെന്ന് നമ്മുടെ അവതാരിക പറയേണ്ടായി. നല്ല എനർജിയുള്ള കുട്ടികളാണെന്നും പറഞ്ഞു. അപ്പോൾ നമുക്കൊരു മൈക്കും കൂടി വേണം കുട്ടികൾക്ക് ഇടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. സാറന്മാർ ചേട്ടന്മാർ കൊടുക്കുമല്ലോ. അപ്പോൾ എല്ലാവരും പറയണ്ട, നിങ്ങൾ കൈ പൊക്കിയാൽ മതി, മൈക്ക് നിങ്ങളുടെ കയ്യിൽ വരും. അപ്പോൾ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ. ധ്യാനം അഥവാ മെഡിറ്റേഷൻ, ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണ്? മനസ്സ് ശാന്തമാകും. വളരെ നല്ലൊരു ഉത്തരം. ഒന്ന് കൈയടി കൊടുക്കണ്ടേ? ഇപ്പുറത്താരാണ്? അവിടെ ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്. എണീറ്റിക്ക് പറയണേ. It helps us focus and helps us clear our mind. Okay, I think we got the answer. So, one more answer. Okay. സ്ട്രെസ് കുറയും. ശരി, മതി. 3 ആൻസർ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരും, നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് ആ 3 പേർക്ക് വേണ്ടിയിട്ട് ഉത്തരം കിട്ടി. സ്ട്രെസ് കുറയ്ക്കും, ഫോക്കസ് ചെയ്യും, കാം ചെയ്യും. പോരെ? പിന്നെ പഠിക്കാൻ എന്ത് വേണം? വേറെ എന്തെങ്കിലും വേണോ? അപ്പോൾ ധ്യാനത്തിന് വെറുതെ നമ്മളിപ്പോൾ ഒരു കഥ അമ്മ പറയാറുണ്ട്. 2 കൂട്ടുകാർ അവർ കോളേജിൽ ഒരുമിച്ച് പഠിച്ചു. ഒരു 10 വർഷത്തിന് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഇവർ പരസ്പരം ചോദിക്കുവാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കില്ലേ, എടാ നിൻ്റെ വീട്ടുകാരെന്ത് ചെയ്യുന്നു? അപ്പോൾ ഒരു കൂട്ടുകാരൻ അടുത്ത കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, എടാ നിൻ്റെ മോൻ എന്ത് ചെയ്യുന്നു? അവനിപ്പോൾ ജോലിക്ക് വേണ്ടി പഠിച്ചു കഴിഞ്ഞു, അവനിപ്പോൾ ജോലിക്ക് വേണ്ടി സിഡ്നിയിൽ പോയിരിക്കുകയാണ്, ഓസ്ട്രേലിയയിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുവാണെന്നുണ്ടോ. എന്നിട്ട് അയാൾ തിരിച്ച്, നിൻ്റെ മോൻ എന്ത് ചെയ്യുന്നു? അവനിപ്പോൾ ധ്യാനിക്കുവാണ് എന്ന് പറയും.
അപ്പോൾ ധ്യാനിക്കുമോ? അതെന്താ? അവന് ജോലിയൊന്നും കിട്ടിയില്ല, അപ്പോൾ ധ്യാനിക്കുവാണ് അവൻ. അപ്പോൾ പലരുടെയും തെറ്റിദ്ധാരണ വെറുതെ ഇരിക്കുന്ന ഒരു ജോലിയാണ്, അത് വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ശരി എന്നാൽ പിന്നെ ധ്യാനിക്കാം. അങ്ങനെയല്ല, വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ധ്യാനിക്കേണ്ടതല്ല. എപ്പോഴും എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു ധ്യാനത്തിൻ്റെ ഒരു മൂഡിൽ, ധ്യാനത്തിൻ്റെ ഭാവത്തിൽ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ധ്യാനം ഫോക്കസ് ചെയ്യാനും സമാധാനം കൊണ്ടുവരാനും ശാന്തി കൊണ്ടുവരാനും മാത്രമല്ല, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും. നിങ്ങളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് കളിക്കണ്ടേ? കളിക്കണം, ചിലപ്പോൾ ഡാൻസ് ചെയ്യണം, ചിലപ്പോൾ കഴിക്കണം. ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനെ ആ നിമിഷത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ശിവരാമകൃഷ്ണൻ ഗെയിം കളിച്ചപ്പോൾ നമ്മുടെ മനസ്സിനെ ആ നിമിഷത്തിൽ കൊണ്ടുവന്നതുപോലെ നമ്മുടെ ധ്യാനം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുവന്ന് അവിടെ കെട്ടിയിടാൻ. നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും പഠനത്തെക്കുറിച്ച് ചിന്തിക്കണം. അതല്ലാതെ പഠിക്കാനിരിക്കുമ്പോൾ ഇന്നലത്തെ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ നാളെ നടത്താനിരിക്കുന്ന ടൂറിനെ കുറിച്ചോ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇല്ലേ? ഡാൻസ് ചെയ്യുമ്പോൾ എന്താണ്? ഡാൻസിൽ തന്നെയായിരിക്കണം ഫോക്കസ്. അതല്ലാതെ ഇനിയിപ്പോൾ മറ്റന്നാൾ വരുന്ന പരീക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഫൈറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഡാൻസ് ചെയ്യുമ്പോൾ ഫുൾ ഫോക്കസ് ഇൻ ഡാൻസ്. അതേപോലെ പഠിക്കാനിരിക്കുമ്പോൾ പഠനത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ. ആ ശ്രദ്ധ മറ്റെന്തെങ്കിലും കാര്യത്തിൽ പോകരുത്. സിനിമയെക്കുറിച്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ടിവിറ്റിയിലേക്കോ നമ്മുടെ ഫോക്കസ് ഡൈവേർട്ട് ആവരുത്. അപ്പോൾ ധ്യാനത്തിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ ഉപയോഗം എന്താണെന്ന് നിങ്ങളിപ്പോൾ പറഞ്ഞു. മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ നിമിഷത്തിൽ നമ്മുടെ ചിന്മയ ബാലവിഹാറിൽ നടക്കുന്ന കളിയിലൽപ്പം കാര്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരിക, വേറെ എല്ലാ സ്ഥലത്തുനിന്നും. അതാണ് ധ്യാനത്തിൻ്റെ ഒരു ഡെഫിനിഷൻ. ഗുണം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പഠിക്കാനും കളിക്കാനും കഴിക്കാനും ഏത് പ്രവൃത്തിയിലും നമുക്ക് എപ്പോഴും സഹായിക്കുന്ന ഒന്നാണ് ധ്യാനം. ഇനി നമുക്ക് മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ആ ഒരു ട്രെയിനിങ് നമുക്ക് ഓരോരുത്തരും ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. മനസ്സിലേക്ക് ഈ ചിന്തകൾ എവിടെ നിന്നാണ് വരുന്നത്? ഒരുപാട് സ്ഥലത്തുനിന്ന് വരും ചിന്തകൾ, പല പല സ്ഥലത്തുനിന്ന് വരും. എങ്കിലും ചിന്തകൾ ഏറ്റവും കൂടുതൽ നമ്മുടെ തലയിലേക്ക് പ്രവേശിക്കുന്നത്, മനസ്സിലേക്ക് പ്രവേശിക്കുന്നത് ഏത് വഴിയാണ്? തലച്ചോറ് വഴിയോ? കുറച്ചും കൂടി കണ്ണിൽ കൂടി. ഒരു ഉത്തരം കിട്ടി. കയ്യടി കൊടുത്തേ മോനെ. 5 ഇന്ദ്രിയങ്ങളുണ്ട് നമുക്ക്. കണ്ണിൽ കൂടി വരും, ചെവിയിൽ കൂടി വരും, നാക്കിലൂടെ വരും, മൂക്കിലൂടെ വരും, പല പല സ്ഥലം. ഇപ്പോൾ അവിടെ നല്ല ബിരിയാണിയുടെ മണം വന്നാൽ എല്ലാവരുടെയും ഫോക്കസ് ഔട്ടാവും. ത്വക്കിലൂടെയും വരും, സെൻസ് ഓർഗൻസിലൂടെ വരും, ആ ഒരു ഇതിലൂടെയും വരും. അപ്പോൾ നമ്മുടെ മൈൻഡ് 5 റഡാറിലൂടെ അല്ലെങ്കിൽ 5 ഇൻപുട്ടുകൾ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സമയത്തും. കണ്ടുകൊണ്ടിരിക്കണോ, ഇവിടെ ഇങ്ങനെ വിഷ്വൽസ് വരുന്നു, സൗണ്ടുകൾ പല സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണോ, ഇങ്ങനെ. അപ്പോൾ നമുക്ക് ധ്യാനത്തിൻ്റെ ആദ്യ പടിയായിട്ട് നമുക്ക് ഈ 5 ഓർഗൻസ്, സെൻസ് ഓർഗൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, അഥവാ നല്ല ക്വാളിറ്റിയിലാണോ എന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ, നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലൊരു ഫോൺ ഉണ്ടാവും. അപ്പോൾ ഒന്നില്ലെങ്കിൽ അത് എയർടെൽ ആയിരിക്കും, ജിയോ ആയിരിക്കും, വോഡാഫോൺ ആയിരിക്കും, BSNL ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, ജിയോ ഫോണിൽ വേറെ ഏതെങ്കിലും ഒരു നോയ്സ് കയറി വരുന്നു, കോള് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടാതെ മറ്റെന്തെങ്കിലും തരംഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് പാടില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം. പഠിക്കാനിരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ മാത്രം. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ ഇതിന് എനിക്ക് 1-2 വോളണ്ടിയേഴ്സ് വേണം. ആദ്യം നമ്മൾ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കണ്ണിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ആ ഒരു ഐ സെൻസിറ്റിവിറ്റി. കണ്ണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഈ സാധനം മാത്രമല്ല കേട്ടോ, അതിൻ്റെ പുറകിൽ ഒരു സാധനം കൂടി ഉണ്ട്, മനസ്സിലുള്ള ഒരു കമ്പോണൻറ്റും കൂടി ഉണ്ട്, ഒരു അന്തർചക്ഷു എന്നൊക്കെ പറയുന്നത്. അത് നമുക്കത് ചെയ്യാം. അപ്പോൾ ആരാണ് വോളണ്ടിയേഴ്സായിട്ട് വരുന്നത്? ആദ്യം ഒന്ന് കൈ ഒന്ന് താഴ്ത്തു. എല്ലാവരും കൈ 1 മിനിറ്റ് കണ്ണടച്ചിരിക്കും. എന്നിട്ട് ഞാൻ കൈ പൊക്കാൻ ആവശ്യപ്പെടാം. ക്ലോസ് യുവർ ഐസ്. നമുക്ക് വേണ്ടത് ഒരു വോളണ്ടിയറിനെയാണ്, ഒരൊറ്റ ആൾ. കൈ പൊക്കിക്കോളൂ. ആരാണോ വരാൻ? ശരി, താൻ വന്നോളൂ. ഇവിടെ വന്ന് നിൽക്കണേ. മൈക്കൊന്ന് കൊടുക്കണം. സെൻട്രൽ അവിടെ നിന്നാൽ മതി. എന്നെ ഫേസ് ചെയ്ത് നിൽക്കണേ. പേര്. അപ്പോൾ ചോദ്യം ഇതാണ്. ഇതേ ചോദ്യം തന്നെ ബാക്കിയുള്ളവർക്കും വരും. അപ്പോൾ ആദ്യം താൻ ചെയ്യേണ്ടത് തൻ്റെ പേരൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണം. പിന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇതിലുള്ള ഒരു 5 കൂട്ടുകാരുടെ പേര് പറയണം. ഓക്കെ, അവരിവിടെ ഇന്ന് ഉണ്ടാവണം കേട്ടോ. വീട്ടിലുള്ള കൂട്ടുകാരാവരുത്, ഇന്നിവിടെ ഉള്ളവരായിരിക്കണം. പറഞ്ഞോളൂ മോളെ.
എൻ്റെ പേര് ശ്രീകയ ശിബു. SRIKAYA. ഇനി ഫ്രണ്ട്സ്, 5 ബെസ്റ്റ് ഫ്രണ്ട്സ് ഇന്നിവിടെ ഉള്ളത്. പുതിയ കൂട്ടുകാർ വന്നതായിരിക്കാം, ഇന്നലെ കിട്ടിയ കൂട്ടുകാരായിരിക്കാം. ഒരുപാട് കൂട്ടുകാർ കിട്ടിക്കാണല്ലോ. പറഞ്ഞോളൂ. നോക്കരുത് നോക്കരുത് നോക്കരുത്. അല്ല, നോക്കിയ സ്ഥിതിക്ക് ഔട്ടായി. പോയി ഇനി അടുത്ത ആള് പോയിക്കോ. തക്ഷിത്. തക്ഷകിയുണ്ട്. ശരി, തക്ഷകി ഒന്ന് എണീറ്റ് നിൽക്കണേ. താൻ തിരിഞ്ഞു നോക്കരുത്. പെട്ടെന്ന് കൂട്ടുകാര്, മോൻ്റെ കൂട്ടുകാർ ഇവിടെ ഇരിക്കുന്നവര് പേര് മറന്നോയി? മറന്നോ? ആ, അത് കൊള്ളാലോ. അപ്പോൾ ഇനി ആരാണ് വരുന്നത്? ശരി, തൻവ. അടുത്ത ആൾ കൊടുക്കാം. കുഴപ്പമില്ല, പേരുകൾ അടുത്ത റൗണ്ട് വിളിക്കാം. ഇരിക്കും മോളെ. വിളിക്കാം. എൻ്റെ പേര് സാധിക SH. സാത്വിക. 5 ഫ്രണ്ട്സ് ഓഫ് യു ഹു ആർ പ്രസന്റ് ഹിയർ. ശ്രീബാല ഇവിടെ ഉണ്ടല്ലോ. സൗവർണിക. അനുശ്രീ. അനഘ. എണീറ്റ് നിൽക്കണേ. ഋദ്വിക്. ശരി, ഈ 5 കൂടെ തിരിഞ്ഞു നോക്കിയാൽ പോയി. അപ്പൊ താനും ഔട്ടായി. ഇല്ല ഔട്ട്. തിരിഞ്ഞു നോക്കിയാൽ ആ ഗെയിം ഔട്ടായി. പോയിക്കോ. അപ്പൊ ഇനി നമുക്ക് പുതിയ ആൾ വേണം. ഇവിടെ വന്ന് നിൽക്കണവർ തിരിഞ്ഞു നോക്കാൻ പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റ് റൂള്. എന്നാ അവന് കൊടുക്കുക. ശരി, മോൻ തിരിഞ്ഞു നോക്കി ഔട്ടാവട്ടോ, പിന്നെ ഗെയിം ചെയ്യാൻ പറ്റില്ല. മോൻ്റെ പേര് ഫസ്റ്റ്, ഫ്രണ്ട്സിന്റെ പേര് സെക്കൻഡ്. പറഞ്ഞോളൂ. ശിവജിത്ത്. 5 ഫ്രണ്ട്സ്. ഇയാൾ പേര് പറയുമ്പോൾ എണീറ്റ് നിൽക്കണേ പെട്ടെന്ന്. അക്ഷിത്. ഐശ്വര്യ. ചിരിച്ചോളൂ, കുഴപ്പമില്ല. തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കി ഔട്ടാവും. ഒരാളും കൂടി. പെട്ടെന്ന്. ഇവൻ പറയും. ശരി, കുഴപ്പമില്ല. മോൻ 4 ഫ്രണ്ട്സിന്റെ പറഞ്ഞു. 5 പേര് പേര് പറഞ്ഞു. വെരി ഗുഡ്. പേര് പറഞ്ഞു. നിങ്ങൾ എണീറ്റ് നിന്നോ. ഇനി തിരിഞ്ഞു നോക്കൂലല്ലോ. ഇവരുടെ ഷർട്ടിന്റെ കളർ ഒന്ന് പറയാമോ? പയ്യൻ പറയും. നിങ്ങൾ കുഴപ്പമില്ല. തൻ്റെ കൂടെ ഇരുന്ന, തൻ്റെ രാവിലെ മുതൽ ഇങ്ങനെ കഥ പറഞ്ഞിരുന്ന കൂട്ടുകാരാണ്. തിരിഞ്ഞു നോക്കല്ലേ. തിരിഞ്ഞു നോക്കിയാൽ ഗെയിം ഔട്ടാവും. ശരി, അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിന് നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് തിരിച്ചു വിടാം. ഒരാളുടെയെങ്കിലും ഗസ് ചെയ്യുന്നോ? നല്ല കളറുകളുണ്ട് അവിടെ. പല അടിപൊളി കളറുകളുണ്ട്. ഇടിവെട്ട് കളറൊക്കെ ഉണ്ട്. ID കാർഡിന് ടാഗ് ഇല്ലേ മോൻ്റെ? ID കാർഡിൻ്റെ അതേപോലത്തെ ടീഷർട്ട് ഇട്ട് വന്നൊരു ആളുണ്ട് പുറകെ. നീല കളറുള്ള ഒരു ടീഷർട്ട് ഇട്ട് വന്ന ഒരു. ശരി, കുഴപ്പമില്ല. ക്ലാപ്സ് ടു ഹിം. കുഴപ്പമില്ല, താങ്ക് യു. കഴിഞ്ഞു. ഇതിൽ പറയാൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. നമ്മൾ കാണുന്ന പല കാര്യങ്ങളും അയാൾ വന്നില്ലേ, അയാൾക്കൊരു ക്ലാപ്പ് കൊടുക്കണം. ആരും അദ്ദേഹത്തിന് കളിയാക്കണ്ട. നമ്മൾ കണ്ട കാര്യങ്ങളെ മനസ്സിലേക്ക് കയറുന്നില്ല, ഇങ്ങനെ കണ്ടു പോവാണ്. അങ്ങനെ പോവാണ്. അടുത്തൊരു ചോദ്യം ചോദിക്കാം. ആരാണ് റെഡി? അടുത്ത ആളാരാണ്? ഇല്ല, ഇനി നിങ്ങൾക്കില്ല, ഈ സൈഡിലില്ല. യെസ്, യു. മൈക്ക്. ചേച്ചി മൈക്ക് തരും. കുറച്ച് അല്ല, ചോദ്യം ഡിഫറെൻ്റ് ആണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫ്രണ്ട്സ്. ഹലോ. യെസ്, യുവർ നെയിം പ്ലീസ്. മാസുമ തൻവീർ. സൂപ്പർ. ക്വസ്റ്റ്യൻ ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. എന്നെ ഇവിടെ വെൽക്കം ചെയ്തപ്പോഴേ ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു. എന്താണ് ആ ഗിഫ്റ്റ്? തുണി. പാർട്ട്ലി ട്രൂ. ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കണേ. തുണി, ഷോളെന്ന് വിളിക്കും. 2 പൂവല്ല. പൂ നമ്മൾ അമ്മയുടെ മുമ്പിൽ ഉപയോഗിച്ചതാണ്. വേറെന്തോ ഒരു സാധനം ആ ചേച്ചി. ഒരു പൊടി പോലെ. പൊടിയാ? എന്താ? തുണിയെ തന്നിട്ടില്ലോ. തുണി തന്നോ? ശരി. നമ്മുടെ മാനേജർ സാറ് എനിക്കൊരു തുണി തന്നിരുന്നു. വേറെ എന്തോ തന്നു. ഈ ചോദ്യം നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. ഇവിടെ വന്നാലേ ഞാൻ ചോദ്യം പറയുള്ളൂ. മൈക്ക് തന്നോ? യെസ്, ക്ലാപ്സ്. എല്ലാവരും ഒന്ന് കൈയടിക്കും ആ കുട്ടിക്ക് വേണ്ടിയിട്ട്. ശരി, പോയിക്കോളൂ. മൈക്കല്ല, എനിക്ക് കുറച്ചൊരു
ശരി, അപ്പോൾ ക്ലാപ്സ് ടു ഹെയർ. കണ്ണുണ്ടായാൽ പോരാ, കണ്ടാൽ പോരാ, വെറുതെ നമ്മളിങ്ങനെ കണ്ടാൽ പോരാ. അത് നമ്മുടെ മൈൻഡിൽ ആവശ്യമുള്ളത് നമ്മൾ രജിസ്റ്റർ ചെയ്യാറില്ല. നമ്മളിങ്ങനെ വെറുതെ പോകും, ഓരോ സാധനങ്ങൾ കണ്ട് കണ്ട് പോകും. പക്ഷെ നമ്മുടെ അകത്തേക്ക് വളരെ കുറച്ച് കയറാറുള്ളൂ എന്നുള്ളതിൻ്റെ 2 ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ ചെയ്തു. സമയപരിമിതി കൊണ്ട് അധികം പോകുന്നില്ല. ഒരാളും കൂടി ആ സൈഡിൽ നിന്ന് ആരെങ്കിലും വന്നാൽ, യെസ്, കാരണം അവിടെ നിന്ന് ആരും വരുന്നില്ല, അതുകൊണ്ടാണ്. വരൂ. ഈ സൈഡ് ഭയങ്കര ആക്റ്റീവ്, ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളാണ്. ഹൈ എനർജി, ഹൈ എനർജി. ആദ്യം പേര് പറയണം. ഒരു 5 ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേര് ഇന്നിവിടെ വന്നേക്കണവരുടെ പറയണം കേട്ടോ, മൈക്കിൽ. എൻ്റെ പേര് അവനിക അരുൺ. അവനിക അരുൺ. അപ്പം ഇവിടുന്ന് നമ്മൾ ഒരുമിച്ചാ വന്നേ. ഒരുമിച്ച് വന്നോ? ആ. ചേച്ചി ചേട്ടൻ അനിയൻ അനിയത്തി അല്ലല്ലോ? അല്ല, പറഞ്ഞോ പറഞ്ഞോ. അപ്പോൾ അനുഷ്ക, അനുഷ്ക, സിയാന, ഇഷാന, പിന്നെ മുന്നേ എനിക്ക് പരിചയമുള്ള ചേച്ചിയുണ്ട് നിവേദ്യ. നിവേദ്യ. നിവേദ്യ ഇന്ന് വന്നിട്ടില്ലോ? അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. പിന്നെ ഇന്നലെ എൻ്റെ കൂടെ യോഗ ചെയ്തൊരു കുട്ടിയുണ്ട് തന്മയ. തന്മയ. ഇവരെല്ലാവരും ഉണ്ടോ? തന്മയ ചേച്ചി പക്ഷെ വന്നിട്ടില്ല. തിരിഞ്ഞോ? താനാണോ തന്മയ? ഒരു സ്പെക്സ് ഇട്ടേ, സ്പെക്സ് വെച്ച ചേച്ചിയാന്ന് പറയണോ? തന്മയ. അത് തന്നെ, അത് തന്നെ. കാരണം ആ തന്മയ്ക്ക് ഒരു പേടിയുണ്ടായിരുന്നു, ഞാനാണോ എന്ന്. അതെ, സ്പെക്സ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ക്ലിയർ ആയി. ശരി, ഇവരുടെ 4 പേരുടെയും അല്ല 5 പേരുടെയും മുകളിലത്തെ പാർട്ടല്ല, ബോട്ടം പാർട്സ്, അതായത് ഇവർ മിക്കവാറും ചുരിദാറോ ജീൻസോ അല്ലെങ്കിൽ അതേപോലത്തെ എന്തെങ്കിലും പാവാടയൊക്കെയാണ് ഇട്ട് വന്നേക്കണമെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു, എനിക്കറിയില്ല. അതിൻ്റെ കളറൊന്നും മോൾക്ക് പറഞ്ഞിട്ട് അവനിലേക്ക് പോവാം. പേര് പറയണം, അവരുടെ കളറും പറയണം. ഇഷാന ഒരു ബ്ലാക്ക് പോലത്തെ പാൻ്റ് ആയിട്ടുള്ള. ഉറക്കെ പറയണം, അവർ കേൾക്കണം. ഇഷാന ബ്ലാക്ക്. അല്ല അല്ല സിയും ബ്ലാക്ക് അല്ല. അല്ല, അത് പോട്ടെ, അത് പോട്ടെ. അടുത്ത ആളിലേക്ക് പോയിക്കോ, അടുത്ത ആളിലേക്ക് പോയിക്കോ. സിയാന ബ്ലാക്ക്. സിയാൻ ബ്ലാക്ക് അല്ല എന്ന് പറയണോ? അല്ലേ, ബ്ലാക്ക് അല്ല. അല്ല, അവർ സമ്മതിക്കുന്നില്ല. പിന്നെന്തെങ്കിലും ആശയും അനുഷ്ക ബ്ലാക്ക്. അനുഷ്ക ബ്ലാക്ക് ജീൻസ് ആണ് ഇട്ടേക്കണേന്ന് തോന്നണോ? ആണോ? അനുഷ്ക ഈസ് ട്രൂ, കറക്റ്റ്. അനുഷ്കയുടെ ഉത്തരം വളരെ കറക്റ്റായി. അനുഷ്ക ഇരിക്കും. അപ്പോൾ നമുക്ക് 1 ഔട്ട് ഓഫ് 5 കിട്ടി. അവനിക സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനികയുടെ മൈൻഡ് വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. പിന്നെ നിവേദ്യേച്ചി. നിവേദ്യേച്ചി ബ്ലാക്ക് തന്നെയാ? അല്ലാന്ന് ചേച്ചി പറയണോ? തന്മയ ബ്ലൂ. എനിക്കറിയില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇന്ന് കണ്ടിട്ടില്ലേ? ബെസ്റ്റ് ഫ്രണ്ട്സിനൊന്നും കാണാറില്ല. ബാക്കിലേനു, അപ്പൊ ഇന്ന് കണ്ടിട്ടില്ല. ഓ, ബാക്കിലായിരുന്നു, കണ്ടിട്ടില്ല. ശരി, താങ്ക് യു അവനി. ശരി, താങ്ക് യു. അപ്പോൾ കുഴപ്പം എന്തായാലും അയാൾ പകുതി കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ബ്ലൂ, ഗ്രീൻ, അങ്ങനത്തെ ഷെയ്ഡ്സ് എന്നൊക്കെ പറഞ്ഞു. അവനി നല്ലൊരു അറ്റംപ്റ്റ് നടത്തി. പലപ്പോഴും നമ്മളെ ഇങ്ങനെ കണ്ടു പോകും, മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ എത്ര തവണ നോക്കിയാലും മനസ്സിൽ കയറുണ്ടാവില്ല. അതിങ്ങനെ പോവും, ഇതിലെ വരും, ആ വഴിയിലൂടെ പോവും, ഈ വഴിയിലൂടെ പോവും. മനസ്സിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ധ്യാനം അതേപോലെയുള്ള പ്രോഗ്രാംസ് ചെയ്തത്. അപ്പോൾ കണ്ണിൻ്റെ ഒരു കപ്പാസിറ്റി നമ്മൾ ഏകദേശം ഒന്ന് ടെസ്റ്റ് ചെയ്തു. ഉറക്കം വരുന്നുണ്ടോ ചെറുതായിട്ട്? ശരി, നമുക്കിനി അടുത്തത് ഇതിൻ്റെ കപ്പാസിറ്റി ഒന്ന് നോക്കാം. ചെവി. ഇതെല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാം. നേരത്തെ എനിക്ക് 2-3 പേര് ഇവിടെ കൊണ്ടുവന്ന് ചോദിക്കേണ്ടി വന്നു, പക്ഷേ ഇതങ്ങനെയല്ല, എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുക്കാം. ചെവി ഒന്ന് തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ചെവിയിൽ മറ്റേ ഇയർഫോൺ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി പോക്കറ്റിലിടുക. ചെവിയൊക്കെ നന്നായിട്ട് തുറന്ന്, നമ്മുടെ ആനച്ചെവി എന്ന് പറയില്ലേ, കാരണം അതിങ്ങനെ ഇരിക്കും എപ്പോഴും, എല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി. ഗണപതിക്കൊക്കെ ഉള്ള ചെവി പോലെ. റെഡിയാണോ എല്ലാവരും? ആ സൈഡ് റെഡിയല്ല. അവനിക ആൻഡ് ഹെർ ഫ്രണ്ട്സ് റെഡിയാണോ? ശരി, ക്ലോസ് യുവർ ഐസ്. നമ്മളൊന്ന് ഐസ് ക്ലോസ് ചെയ്യും കേട്ടോ. വിൽ ക്ലോസ് അവർ ഐസ്. സിറ്റ് സ്ട്രെയിറ്റ്. നമ്മൾ ഇന്നലെ യോഗ ചെയ്തു, ഇനിയിപ്പോൾ കളരി ചെയ്യാൻ പോകണു. ശരീരത്തിന് നന്നായിട്ട് എനർജൈസ് ചെയ്യുന്ന, ശരീരത്തിന് വ്യായാമം കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു, ഇനി ചെയ്യും. ഇപ്പം നമ്മൾ നമ്മുടെ ചെവിയുടെ ശക്തി ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. കണ്ണടച്ചാലേ തുടങ്ങാൻ പറ്റുള്ളൂ ആക്ടിവിറ്റി. പാർട്ടിസിപ്പൻസ് എല്ലാവരും കണ്ണടയ്ക്കണം, ആരും കണ്ണു തുറന്നിരിക്കരുത്. പേരൻസിനും സ്റ്റാഫും കണ്ണു തുറന്നിരുന്നോട്ടെ, കുഴപ്പമില്ല. കണ്ണടച്ചിരിക്കണേ മോനെ, പുറകെ ഇരിക്കുന്നത്. കണ്ണെന്ന് പറഞ്ഞാലേ ഇതിങ്ങനെ ഉണ്ടയിട്ടിരിക്കും ഇങ്ങനെ, അതാണ് കണ്ണ്. ആ മൂക്കിൻ്റെ മുകളിലിരിക്കുന്ന 2 വൈറ്റ്
അതാണ് കണ്ണ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. കണ്ണ് തുറന്നിരിക്കുന്നു. ക്ലോസ് യുവർ ഐസ്. ശരി, ആക്ടിവിറ്റി തുടങ്ങാൻ പോവാണ്. നമ്മളിന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ആരും കണ്ണ് തുറക്കല്ലേ. നമ്മുടെ ചെവിയുടെ ശക്തി പരീക്ഷിക്കാൻ പോവുകയാണേ. ചെവിയുടെ ശക്തി. ഒരുപാട് തരത്തിലുള്ള സൗണ്ടുകൾ ഇതിന് ചുറ്റും വരുന്നുണ്ട്. ബസ്സുകൾ പോകുന്നുണ്ട്, ജനറേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, ക്യാമറയുടെ സൗണ്ട് ഉണ്ടാവും, ലൈറ്റിൻ്റെ സൗണ്ട് ഉണ്ട്, ഫാനിൻ്റെ സൗണ്ട് ഉണ്ട്, അപ്പുറത്തൊരു ചേട്ടൻ വെള്ളം കുടിക്കുന്നുണ്ട്, ഇതിലൂടെ 1-2 പേര് നടക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തന്നെ കൂട്ടുകാർ കാലിട്ടടിക്കുന്നുണ്ട്, ബാഗ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നുണ്ട്. ട്രൈ ടു ഐഡൻറ്റിഫൈ ആസ് മെനി സൗണ്ട്സ് ആസ് പോസിബിൾ. ആസ് മെനി സൗണ്ട്സ് ആസ് പോസിബിൾ. എത്ര മാത്രം ശബ്ദ ഉറവിടങ്ങൾ. നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കരുത്. സൗണ്ട് ഉണ്ടാക്കല്ലേ. എല്ലാവരും നട്ടിൽ നിവർന്ന് കൈ രണ്ടും മടിയിൽ വെച്ച്, സ്വന്തം മടിയിൽ വെച്ച്, വേറൊരാളുടെ മടിയിൽ വെക്കരുത്. സ്വന്തം മടിയിൽ കൈകൾ വെച്ചിട്ട് നിവർന്നിരിക്കുക, കണ്ണ് രണ്ടും അടച്ചിരിക്കുക. എന്നിട്ട് എവിടെ നിന്നൊക്കെ ഏതൊക്കെ സൗണ്ട് വരുന്നുണ്ടെന്ന് ഇങ്ങനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഞാൻ ചോദിക്കും, പക്ഷെ നിങ്ങൾ ലിപ്സും അടച്ചിരിക്കണം കേട്ടോ. പ്ലീസ് ക്ലോസ് യുവർ ലിപ്സ് ഓൾസോ. ഇപ്പോൾ നിങ്ങൾ കണ്ണും ലിപ്സും ചുണ്ടുകളും ഒന്ന് അടച്ചു വയ്ക്കുക. ഞാനൊരു 30 സെക്കൻഡ് തരും. 30 സെക്കൻഡ് കഴിഞ്ഞാൽ നേരത്തെ പോലെ ആവശ്യം അനുസരിച്ച് കൈ പൊക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. ഓരോരുത്തരായിട്ട് ചോദിക്കാം. ഇപ്പം സൈലൻ്റ് ആയിട്ടിരിക്കണം, വായ തുറക്കരുത്. കൊച്ചു കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം, പക്ഷേ അടുത്ത ഒരു 30 സെക്കൻഡ് ഇരുന്നാൽ മതി. എല്ലാ തരത്തിലുള്ള സൗണ്ട് സോഴ്സസ്. അപ്പം ഞാനിനി അടുത്തൊരു 30 സെക്കൻഡ് എൻ്റെ മൗത്തും ക്ലോസ് ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ഓൺലി ഫോർ യു ടു ഒബ്സർവ് ഓൾ ദി സൗണ്ട് സോഴ്സസ് ഫ്രം ദി ഓഡിറ്റോറിയം ആൻഡ് ഔട്ട്സൈഡ്. കൗണ്ട് ആസ് മച്ച് ആസ് പോസിബിൾ. ശരി, ഇനി ലിപ്സ് തുറക്കരുത്, വാ തുറക്കരുത്, കണ്ണ് മാത്രം തുറക്കാം. ഞാൻ ആദ്യം ആ സൈഡിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യാം, പിന്നെ ഈ സൈഡിൽ ബാക്കിൽ നിന്ന്, ആ ക്യാമറയുടെയൊക്കെ സൈഡിൽ നിൽക്കുന്ന കുട്ടികളിൽ നിന്ന് ആരാണ് വന്നിട്ട് കേട്ട എല്ലാ സൗണ്ടുകളും. പുറകിൽ നിന്നാണ് തുടങ്ങാൻ പോണത്, ബാക്ക് സൈഡ്. ഓക്കെ, യു കം. മൈക്ക്. നൗ യു ക്യാൻ ഫേസ് ഓഡിയൻസ് ആൻഡ് ലിസ്റ്റ് ഓൾ ദി. ഇത്തിരി കൂടി ഫ്രണ്ടിലോട്ട് കയറി നിന്നോളൂ മോള്. അവിടെ അവരൊക്കെ ഫേസ് ചെയ്ത് നിന്നോളൂ. പാത്രങ്ങളുടെ സൗണ്ട് കേട്ടു. പിന്നെ കാക്കയുടെ സൗണ്ട് കേട്ടു. വണ്ടികളുടെ ഹോൺ അടിക്കണ സൗണ്ട് കേട്ടു. അത് കാറിന്റെ ആയിരുന്നോ ബസിന്റെ ആയിരുന്നോ? ബൈക്കിന്റെ ആയിരുന്നു. വെരി ക്ലിയർ. പിന്നെ ജനറേറ്ററിന്റെ സൗണ്ട് കേട്ടു. കൂളറിന്റെ സൗണ്ട് കേട്ടു. ഈ കൂളർ ഓണാണോ? ഈ കൂളറാണോ ആ കൂളറാണോന്ന് അറിയില്ല. ഏതോ ഒരു കൂളറിന്റെ സൗണ്ട് കേട്ടു. മതി, അത്രയും മതി. താങ്ക് യു. ക്ലാപ്സ്. 5 രസകരമായ സൗണ്ടുകൾ അയാൾ കേട്ടു. മൈക്ക് ചേച്ചിക്ക് കൊടുത്തോളൂ. പിന്നെ സംസാരിക്കുന്ന സൗണ്ടും കേട്ടു. ആരുടെ? ആരൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ശരി, അത് കൊള്ളാം. പുറകിൽ നിന്ന് ആരെങ്കിലും ഒന്ന് കൈപോക്കാമോ? ആരെങ്കിലും പെട്ടെന്ന്. ഇന്നൊരു മത്സരമൊന്നുമല്ല, ജസ്റ്റ് ടു ഷെയർ അവർ. യെസ്, സ്പെക്സ് ബോയ് പ്ലീസ് കം. You can list all the sound sources which you have heard. Or to the audience. ഫാൻ്റെ കേട്ട്. അങ്ങോട്ട് സംസാരിക്കുക. ഫാൻ്റെ കേട്ട്. പിന്നെ ഏത് ഫാനിൻ്റെ കേട്ടെ? അതിൻ്റെ സൗണ്ട് കേട്ടു. ഓക്കെ. പിന്നെ പുറത്തത്തെ വണ്ടികള്. വണ്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ? ബൈക്കാണോ, കാറാണോ, ബസ്സാണോ? സ്കൂട്ടർ ആയിരുന്നു. ശരി. പിന്നെ പാത്രങ്ങളുടെ സൗണ്ടാണ് ഏറ്റവും കൂടുതൽ കേട്ടേക്കണേ. ഇപ്പോൾ 2 പേര് കേട്ടു. പിന്നെ ഈ ചിലവർ സംസാരിക്കുന്ന കേട്ടു ഞാൻ. ചിലർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ശരി, വേറെ എന്തെങ്കിലും കേട്ടോ മോൻ? ശരി, കുഴപ്പമില്ല. ഇത്രയും കേട്ടല്ലോ. 4 എണ്ണം കേട്ടു. ക്ലാപ്സ് ടു ഹിം. ബാക്ക് സൈഡ് ബോയ്സ്. ആ ബാക്കിലിരിക്കുന്ന മെറൂൺ ഷർട്ട്. യെസ്, പ്ലീസ് കം. സ്റ്റേജിൽ നിർത്താല്ലേ അവരെ? സ്റ്റേജിലേക്ക് വരണമെന്ന് ചേട്ടൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി വരുന്നവർ സ്റ്റേജിലേക്ക് വരണം. ആ ബാഗ് അവിടെ വേണമെങ്കിൽ ഉരി വെച്ചോളൂ. ഓടിവാ. സമയങ്ങളിൽ ഓടിവാ. ചാടി കയറാൻ പറ്റുമോ? യെസ്. മോൻ കേട്ട സൗണ്ടുകൾ ഏതൊക്കെയാണെന്നൊന്ന് ഓഡിയൻസിനോട് പറയണേ. ഞാൻ കേട്ട സൗണ്ടുകൾ ആദ്യം
ബാക്കിൽ നിന്ന് അവരെല്ലാം സംസാരിക്കുന്ന സൗണ്ട് കേട്ടു. ബാക്കിലിരുന്ന് ഏതോ ചേട്ടന്മാർ സംസാരിച്ചു കേട്ടു. പിന്നെ ഫാനിൻ്റെ സൗണ്ട് ഉണ്ട്. ജനറേറ്റർ ഉണ്ടല്ലേ, അത് പലരും കേട്ടിട്ടില്ല. ജനറേറ്ററിൻ്റെ സൗണ്ട് ഇദ്ദേഹം കേട്ടു. പിന്നെ ശരി, കുഴപ്പമില്ല, ജനറേറ്റർ വരെ കേട്ടു. അപ്പോൾ ജനറേറ്റർ എന്നുള്ള ഒരു റെയർ സൗണ്ട് ഇദ്ദേഹം മാത്രമാണ് കേട്ടത്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അദ്ദേഹത്തിന്. വാ, മൈക്ക് മേടിച്ചു. ലാസ്റ്റ് ആള് പെട്ടെന്ന് വാ. എന്തൊക്കെ കേട്ടു എന്ന് പറഞ്ഞോളൂ. കസേര മൂവ് ചെയ്യുന്ന പോലത്തെ സൗണ്ട് കേട്ടു. കസേര മൂവ് ചെയ്യുന്ന സൗണ്ട് കേട്ടു. പിന്നെ ജനറേറ്ററിന്റെ കേട്ടു. പിന്നെ ബാക്കിൽ നിന്ന് ആരെല്ലോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് നന്നായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ എന്തെല്ലോ ചെറിയ ചെറിയ സൗണ്ട്സ് ഉണ്ടായിന്, അതെന്താന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ, എന്താണ് മനസ്സിലാവാത്ത കുറച്ച് സൗണ്ട്? ഇങ്ങനെ ഇങ്ങനെ കിളിയാവുന്നറിയില്ല, എന്തോ കുഞ്ഞു സൗണ്ട്സ് ഉണ്ടായിന്. കുഞ്ഞു സൗണ്ട് കേട്ടു. എന്താന്ന് മനസ്സിലായില്ല. ഇല്ല. പിന്നെ മൈക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന പോലത്തെ ഒച്ച ഉണ്ടായിന്. ഞാൻ ടാപ്പ് ചെയ്ത്. ശരി, മൈക്കിന്റെ ടാപ്പ് കേട്ടു. പിന്നെ കസേര മെയിനായിട്ട് കേട്ടു. കസേര കേട്ടു. ശരി, താങ്ക് യു. ഇത് കൊടുക്കും, അവിടെ കൊടുക്കും. താങ്ക് യു. ക്ലാപ്സ് ടു ഹെർ. ഓക്കെ, കഴിഞ്ഞു. ഇനി അധികം പേർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചെവി ഒന്ന് ടെസ്റ്റ് ചെയ്തു. നേരത്തെ സൈറ്റിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ജനറേറ്റർ സൗണ്ട് കേൾക്കാൻ പറ്റിയോ? ഇല്ല. എല്ലാവർക്കും സ്കൂട്ടറിൻ്റെ കേൾക്കാൻ പറ്റിയോ? എല്ലാവർക്കും ഫാൻ. അപ്പോൾ നോക്കൂ, നമ്മൾ എത്ര തരം സൗണ്ടുകളാണ് കേട്ടത്. കുറേ പേര് ഫാനിൻ്റെ കേട്ടു, മിക്കവരും സ്കൂട്ടറിൻ്റെ, ജനറേറ്ററിൻ്റെ, ഫാനിൻ്റെ, മൈക്കിൻ്റെ. നമ്മളെല്ലാവരും ഒരേ റൂമിലാണ് ഇരുന്നതെങ്കിലും കസേര മൂവ് ചെയ്യുന്ന സൗണ്ട്, ആൾക്കാർ സംസാരിക്കുന്ന സൗണ്ട്, പാത്രങ്ങളുടെ സൗണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ശബ്ദങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിരുന്നു. പക്ഷേ കുറച്ച് പേർക്ക് കൂടുതൽ ഗ്രഹിക്കാൻ സാധിച്ചു, മറ്റു ചിലർക്ക് കുറച്ച് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എല്ലാവർക്കും ഉള്ള ചെവി, എല്ലാവർക്കും 2 എണ്ണം ഉണ്ട്, എല്ലാവർക്കും 2 കണ്ണുകളുണ്ട്. പക്ഷേ കാണുന്നതും കേൾക്കുന്നതും മാത്രമല്ല, അതിൻ്റെ പ്രോസസ്സിങ് ബാക്ക് എൻഡിൽ നമ്മുടെ മനസ്സിൽ പ്രോസസ്സ് ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് പാളിപ്പോകുന്നു. നമ്മുടെ ചിന്തകൾ വേറെ എവിടേക്കോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നതിലല്ല ചിന്ത, വേറെ എവിടെയോ ആണ്. ചിന്തകൾ എന്താണ് ഫ്രണ്ടിൽ വരുന്നത്? ഇപ്പോൾ 1-2 കുട്ടികൾ ആ ഗിഫ്റ്റിൽ നട്ട്സ് ആണെന്ന് പറഞ്ഞു. മറ്റു ചിലർക്ക് ആ ഗിഫ്റ്റ് ബോക്സേ കാണാൻ സാധിച്ചില്ല. കാരണം അവരുടെ ആ ഒരു മൈൻഡ് അവിടെ ആയിരുന്നില്ല, വേറെ എവിടെയോ പോയിരുന്നു. കുഴപ്പമില്ല, നമുക്കപ്പോൾ അതിനെ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ മനസ്സിനെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും റെഡിയാണോ പ്രാക്ടീസിന് വേണ്ടി? റെഡിയാണല്ലോ? ശരി, പരസ്പരം ടച്ച് ചെയ്യാതെ ഒന്ന് നിങ്ങളവിടെ ഇരുന്നേ. മറ്റൊരാളെ ടച്ച് ചെയ്യരുത്. നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു മൈൻഡിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഇരുന്നോളൂ, കംഫർട്ടബിളായിട്ടിരുന്നോളൂ. ആദ്യം ബാഗൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ വയ്ക്കാം. ഭയങ്കര ടൈറ്റായിട്ട് ബെൽറ്റൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാം. നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബോഡീനൊന്ന് റിലാക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ, നമ്മളെന്തെങ്കിലും എഴുതാനിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ചർച്ച ചെയ്യാനിരിക്കുമ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യണം. മനസ്സിനെ റിലാക്സ് ചെയ്യാനുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും കണ്ണുകളടച്ച് 2 കരങ്ങളും സ്വന്തം മടിയിൽ വെച്ചിട്ട് കൈകൾ 2 അവിടുന്ന് പല ശബ്ദങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിനെ തിരിച്ച് കയ്യിൽ കൊണ്ട് തന്നെ അവിടുത്തെ ശബ്ദം, അപ്പുറത്തെ വലിയ ബഹളം അതിലോട്ട് കൊണ്ടുപോകല്ലേ. ബ്രിങ് യുവർ മൈൻഡ് ടു യുവർ ബോഡി. 2 കൈകളും സ്വന്തം മടിത്തട്ടിൽ വയ്ക്കുക, കണ്ണുകളടയ്ക്കുക. നമ്മൾ നമ്മുടെ ശരീരത്തിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതൊന്ന്, ഇപ്പോൾ വാച്ച് കെട്ടിയ സ്ഥലം, ബെൽറ്റ് കെട്ടിയ സ്ഥലം, അതൊക്കെ വേണമെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്ത് ഇപ്പോഴേ വയ്ക്കാം. ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് അഴിക്കേണ്ട, അതവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ 2 കാൽപാദങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ബോത്ത് ഫുട്ട്, 2 കാൽപാദങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന, കണ്ണുകളടയ്ക്കണേ. ആ 2 കാൽപാദങ്ങൾ കണ്ണുകളടയ്ക്കണം. കാൽപാദങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി, അങ്ങോട്ട് നോക്കണ്ട. മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. കാലുകൾ താഴെ തന്നെ ഉറപ്പിച്ച് വയ്ക്കുക, കാലുകളിലേക്ക് ദൃഷ്ടി കൊണ്ടുപോകണ്ട. ആ 2 കാൽപാദങ്ങളും നന്നായിട്ടൊന്ന് നോക്കുക. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ, സ്ട്രെസ്സ്
അതേപോലെ പ്രഷർ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്നും പോയതായിട്ട്, വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നിന്ന് മാറിയതായിട്ടൊന്ന് ഭാവിക്കുക. 2 കാൽപാദങ്ങളും. യാതൊരു തരത്തിലുള്ള സ്ട്രെസ്സും അവിടെ ഇല്ലയെന്ന് നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. കണ്ണുകൾ അടച്ചിരിക്കണേ. പുറത്ത് പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ടാവും, അത് നമ്മൾ നോക്കണ്ട. നമ്മൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കുന്നു. 2 കാൽപാദങ്ങളും വളരെ റിലാക്സായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു, ഭാവന ചെയ്യുന്നു. അതിന് തൊട്ട് മുകളിലേക്ക് നമ്മുടെ 2 കാൽമുട്ടുകൾ, ഫുട്ബോൾ കളിക്കുമ്പോഴായാലും ബാസ്ക്കറ്റ് ബോൾ കളിക്കുമ്പോഴായാലും ബാഡ്മിൻ്റൺ കളിക്കുമ്പോഴായാലും മറ്റെന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴായാലും നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന 2 കാൽമുട്ടുകൾ, അത് രണ്ടും വളരെ റിലാക്സാണ് എന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. അതിനും പതുക്കെ മുകളിലോട്ട് നമ്മുടെ അവയർനെസ്. കണ്ണുകൾ അടച്ചിരിക്കണേ. ശ്രദ്ധ വേറെ എങ്ങും കൊണ്ടുപോകല്ലേ. ഉറങ്ങാനും പാടില്ല. കാൽമുട്ടുകളിൽ നിന്ന് മുകളിലോട്ട് നമ്മുടെ ബെൽറ്റ് ഇടുന്ന ഭാഗം വരെയുള്ള പ്രദേശം ഏറ്റവും റിലാക്സ് ചെയ്തതായിട്ട് നമ്മളൊന്ന് ഭാവിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ 7 മണിക്ക് എണീറ്റു, കുളിച്ചു, ഇവിടെ എത്തി. കണ്ണടച്ചിരിക്കണേ. നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇപ്പോൾ റിലാക്സ് ചെയ്യുവാണ്. അതിനുശേഷം നമ്മുടെ സ്റ്റൊമക്ക്, വയർ, അടിവയർ, ആ ഏരിയ, അവിടെ എന്തെങ്കിലും വേദന അകത്തോ പുറത്തോ ബെൽറ്റ് ഇട്ടതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ വന്ന് മുട്ടിയതിൻ്റെയോ അകത്ത് കഴിച്ചത് കൂടിപ്പോയതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കുറഞ്ഞു വരുന്നതായിട്ടും അവിടുത്തെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ടും നമ്മളൊന്ന് ഭാവന ചെയ്യുക. അതിന് മുകളിൽ കണ്ണുകൾ എപ്പോഴും അടച്ചു പിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ചുറ്റും നമ്മളെ പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട്. അതിനുശേഷം മുകളിൽ നമ്മുടെ ചെസ്റ്റ് ഏരിയ, നമ്മുടെ ഹൃദയം, ശ്വാസകോശം, അതേപോലെ മറ്റ് ഭാഗങ്ങളുള്ള ആ ഒരു ഏരിയ. ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് വരുമ്പോൾ ഹൃദയമിടിപ്പ് കൂടും, അതല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും. ഇതെല്ലാം വരുന്ന ഒരു സ്ഥലം. ആ ഏരിയ കംപ്ലീറ്റ് റിലാക്സ് ചെയ്തതായിട്ട് കണക്കാക്കുക. ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള വേദനകൾ, സ്ട്രെസ്സുകൾ അവിടെ നിന്നുണ്ടെങ്കിൽ അതിനെ പതുക്കെ അഴിച്ചു വിടുക. മുകളിലോട്ട് വന്നാൽ നമ്മുടെ നെക്ക്, കോളർ, നെക്ക് ഏരിയ, നമുക്ക് മാല അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് ഏറ്റവും റിലാക്സ് ചെയ്യുന്നതായിട്ട്, യാതൊരു തരത്തിലുള്ള വേദനയും പ്രഷറും അവിടെ ഇല്ലാത്തതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അതിന് മുകളിലാണ് നമ്മുടെ ക്രൗൺ, അതായത് നമ്മുടെ ഒരു കിരീടം, നമ്മുടെ ശരീരത്തിൻ്റെ കിരീടം എന്ന് പറയുന്ന ഭാഗം, മുഖം, തല എല്ലാം. അപ്പോൾ നമ്മുടെ 2 സൈഡിലെയും കണ്ണുകൾ, ചെവികൾ, മൂക്ക്, വായ, ലിപ്സ്, ഇതെല്ലാം, ഇതിന് പ്രത്യേകിച്ച് ടെൻഷൻ വരുന്നത് വളരെ കുറവാണ്. എങ്കിലും അതെല്ലാം യാതൊരു വേദനയുമില്ലാതെ ശാന്തമായിട്ട് റിലാക്സായിട്ട്. അതിന് മുകളിലേക്ക് പോയാൽ നമ്മുടെ ഫോർഹെഡ്, നെറ്റിത്തടം, ഇവിടെയും മറ്റ് വേദനകളോ സ്ട്രെസ്സോ ടെൻഷനോ ഏതെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷനോ ഒന്നുമില്ലാതെ നമ്മൾ ഇരിക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ പാദങ്ങളിൽ നിന്ന് തുടങ്ങി, കാൽപാദങ്ങളിൽ നിന്നും തുടങ്ങി നെറ്റിത്തടം വരെ എത്തി. ഒരു തവണ ഫുള്ള് ഇതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. മൊത്തം ബോഡി കാൽപാദങ്ങളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ മുകളിലേക്ക് വരുന്നു. കാൽപാദം, കാൽമുട്ടുകൾ മുകളിലേക്ക് വന്ന് 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 നെറ്റിത്തടം വരെ, ഫോർഹെഡ് വരെ. നോ ടെൻഷൻ, നോ സ്ട്രെസ്. നമ്മുടെ ബോഡി പൂർണ്ണമായിട്ടും ഇപ്പോൾ റിലാക്സ് ആയിട്ടിരിക്കുകയാണ്. അവിടെ എവിടെയോ മറ്റോ സ്ട്രെസ്സില്ല, ഫ്രിക്ഷനില്ല. ഈ അവസ്ഥയിൽ തന്നെ ഒരു 10 സെക്കൻഡ് തുടരാം. പത്ത് സെക്കൻഡിന് ശേഷം നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും ഇപ്പോൾ റിലാക്സായി. നമുക്ക് പതുക്കെ കണ്ണുകൾ തുറക്കാം. ഞാൻ പറയാൻ വെയിറ്റ് ചെയ്യേണ്ട. 10 സെക്കൻഡ് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരായിട്ട് തുറന്നോളൂ.
ബാക്കിയുള്ള അവരെ ഡിസ്റ്റർബ് ചെയ്യരുത്, കൂടെയുള്ളവനെ സംസാരിക്കുക. പതുക്കെ സംസാരിക്കല്ലേ. അവരുടെ ശരീരത്തിനെ പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്ത് പതുക്കെ പതുക്കെ മുന്നോട്ട് കൊണ്ടുവരികയാണ്. നമ്മുടെ ധ്യാന പരിശീലനം കഴിഞ്ഞിട്ടില്ല, ഇനിയുമുണ്ട് ഒരു ചെറിയ ഭാഗം. നമ്മളിപ്പോൾ ധ്യാനം പരിശീലിക്കാനിരുന്നപ്പോൾ നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായി കാണും. ഇതുവരെ ഇല്ലാതിരുന്ന ഏതോ ഒരു ചിന്ത ചിലപ്പോൾ വന്നു കാണും നമ്മുടെ മനസ്സിലേക്ക്, ഇല്ലേ? ഇതുവരെ ഉണ്ടായിരുന്നില്ല, എവിടെ നിന്നോ ഒരു പുതിയ ചിന്ത വന്നു. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകാറില്ലേ നിങ്ങൾ? പോകാറുണ്ടോ ബർത്ത്ഡേ പാർട്ടി? പുറകിൽ പോകാറില്ല ബർത്ത്ഡേ പാർട്ടി? ബർത്ത്ഡേ പാർട്ടിക്ക് ഇവിടെ ഉള്ളവർ പോകാറുണ്ടോ ബർത്ത്ഡേ പാർട്ടിക്ക്? ഇല്ലേ? നിങ്ങളാരും പോകാറില്ലേ? അപ്പോൾ നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകും, പുതിയ ഷർട്ട്, പുതിയ ഫ്രോക്ക്, അവിടെ ചെന്നു നല്ല ഫ്രഷ് വെൽവെറ്റ് ചോക്ലേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കേക്കുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ബർത്ത്ഡേ അല്ല കേട്ടോ, വേറെ ആരുടെ ബർത്ത്ഡേ? കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ, കൂട്ടുകാരിയുടെ ബർത്ത്ഡേ. കേക്ക് എടുത്ത് ഇങ്ങനെ കഴിക്കാൻ പോകുമ്പോഴേക്കും എന്ത് പറ്റും? ഡ്രസ്സിലേക്ക് വീഴും. അയ്യോ. അപ്പോൾ ആ ഒരു ഫ്രഷ് കേക്ക് പീസ് എടുത്ത് ഇങ്ങനെ കഴിച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മേത്തോട്ട് വീണ് ആകപ്പാടെ ഡ്രസ്സ് പോയി. പിന്നെ നമ്മളത് നക്കിയെടുക്കോ? ഇല്ല. അപ്പോൾ അതുവരെ ഫ്രഷ് ഡ്രസ്സ്, ബ്യൂട്ടിഫുൾ ഡ്രസ്സ് അല്ലെങ്കിൽ സ്വീറ്റസ്റ്റ് കേക്കായിരുന്നത് ഒരു ഇൻസ്റ്റൻ്റ് കൊണ്ട് ഒരു ഡേർട്ടി ഡ്രസ്സായി മാറി, ഒരു ഡേർട്ടി അല്ലെങ്കിൽ ഒരു വേസ്റ്റ് കേക്ക് പീസായി മാറി. എന്തുകൊണ്ടാണത് അവിടെ സംഭവിച്ചത്? അതായത് ആ കേക്ക് ഇരിക്കേണ്ട സ്ഥലത്തല്ല ഇരുന്നത്, വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ റോങ് തോട്ട് അറ്റ് ദി റോങ് പ്ലേസ്, അതിനെ കട്ട് ചെയ്യാനാണ് നമ്മൾ മെഡിറ്റേഷൻ ഉപയോഗിക്കേണ്ടത്. അത് പറയാനാണ് വന്നത്. ഇപ്പോൾ റോങ് പീസ് ഓഫ് കേക്ക് അല്ലെങ്കിൽ പീസ് ഓഫ് കേക്ക് അറ്റ് ദ റോങ് പ്ലേസ് പറയുന്ന പോലെ, അത് നമ്മൾ എങ്ങനെയാണോ ഡേർട്ടായിട്ട് കരുതുന്നത്, അതേപോലെ നമ്മുടെ മനസ്സിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ ആവശ്യമില്ലാത്ത സമയത്ത് വരുമ്പോൾ അതിനെ കട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ധ്യാനം എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും മനസ്സിലുള്ള ഡേർട്ടുകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ ഏതൊക്കെയാണ് മനസ്സിലുള്ളത്? ഒന്ന് പറയാമോ? മനസ്സിൽ വരുന്ന ഒരു ആവശ്യമില്ലാത്ത ചിന്തകൾ ഏതൊക്കെയായിരിക്കും? അൺവാണ്ടഡ്, ഓടിക്കളിക്കുക, ഫോണിൽ കളിക്കുക. പഠിക്കാനിരിക്കുമ്പോൾ ഫോണിൽ കളിക്കുക എന്നുള്ളൊരു അൺവാണ്ടഡ് തോട്ടാണ്. അത് നല്ലൊരു അൺവാണ്ടഡ് തോട്ടായിട്ട് നമുക്ക് പറയാം. പഠിക്കാനിരിക്കുമ്പോൾ, കളിക്കാനിരിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ബട്ട് വെൻ യു ആർ എബൌട്ട് ടു സ്റ്റഡി, ദി മൊബൈൽ ഗെയിം ഈസ് എ അൺവാണ്ടഡ് തോട്ട്. അപ്പോൾ ഒന്ന് കിട്ടി. രണ്ടാമത്തെ ഏതാണ്? പഠിക്കാനിരിക്കുമ്പോൾ ഉറങ്ങാൻ തോന്നുക. അത് കൊള്ളാലോ. എപ്പോഴും തോന്നാറുണ്ടോ? ശരി, ഉറക്കം വരിക പഠിക്കാനിരിക്കുമ്പോൾ. ഉമ്മാനെ പറ്റിച്ച് ഫോൺ ഉപയോഗിക്കും. അത് കൊള്ളാലോ. ഓക്കെ, പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് ഒന്ന്. പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് കളിക്കാൻ തോന്നുക അല്ലെങ്കിൽ ഉറങ്ങാൻ തോന്നുക എന്നുള്ളത് ഒന്ന്. അലസത തോന്നുക, പൈസ തട്ടിപ്പറിക്കുക. കൊള്ളാലോ, നല്ല തോട്ടാണല്ലോ നിന്റെ മനസ്സിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല നല്ല ഉദാഹരണങ്ങൾ പറഞ്ഞു. നാളെ പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു ഗണപതിയുടെ കല്യാണം പോലെ ഇങ്ങനെ നീണ്ടു പോകണ ഒരവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കാശ് തട്ടിപ്പറിക്കുക, ഇതൊക്കെ ചീത്ത തോട്ട്സ് ആണ്. പക്ഷെ അത്രയും പോകണ്ട. നിങ്ങൾക്ക് ദേഷ്യം വരാറില്ലേ? ആങ്കർ, അതും ഒരു റോങ് തോട്ടാണല്ലോ, അൺവാണ്ടഡ് തോട്ടാണല്ലോ. ആങ്കർ, ആരോടെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടോ? അപ്പോൾ അത് ഒരു അൺവാണ്ടഡ് തോട്ടാണ്. ഇനി ആരോടെങ്കിലും അസൂയ തോന്നിയിട്ടുണ്ടോ? ജലസി ഉണ്ട്, കൈവക്കുന്നുണ്ട്. ജലസി. അപ്പോൾ ജലസി, ആങ്കർ അല്ലെങ്കിൽ അവരോട് ഭയങ്കര ഒരു ഹേട്രഡ്, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ ഈ മെഡിറ്റേഷൻ കൊണ്ട് സഹായിക്കും. അതേപോലെ പഠിക്കാൻ ഈ പറഞ്ഞ പോലെ മറ്റ് തോട്ട്സുകൾ. അപ്പോൾ നമുക്കിനി മെഡിറ്റേഷൻ്റെ ഒരു റൗണ്ടും കൂടി ചെയ്യാം. റെഡിയാണോ എല്ലാവരും? ലാസ്റ്റ് റൗണ്ട്. നമ്മൾ ആദ്യം കളിച്ച ഗെയിം ഓർമ്മയുണ്ടോ? നോക്കട്ടെ. കൈകളെല്ലാവരും റെഡിയാണല്ലോ? റെഡി ആയിട്ടില്ല. കൃഷ്ണൻ, ശിവൻ,
അയ്യോ, ശരി. രാമൻ, കൃഷ്ണൻ, ശിവൻ. സൂപ്പർ സൂപ്പർ. ശരി ശരി, കൈയടിച്ചേ എല്ലാവരും ഒന്ന്, എല്ലാവർക്കും വേണ്ടി കൈയടിച്ചേ. നമുക്ക് വീണ്ടും കണ്ണുകളടച്ച് കൈകൾ സ്വന്തം മടിയിൽ വെച്ച്, അടുത്ത ആളുടെ മടിയിൽ വെക്കല്ലേ, സൂക്ഷിക്കണേ, അടുത്ത ആളുടെ മടിയിൽ വെക്കല്ലേ. കണ്ണുകളടച്ച് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ശരീരം മുഴുവൻ റിലാക്സ് ചെയ്തു. ഇനി നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്, ശ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കണ്ണടച്ചിരിക്കണേ, ബലമൊന്നും പ്രയോഗിക്കണ്ട. പതുക്കെ ശ്വാസം എടുക്കുക. ശ്വാസം എടുക്കുമ്പോൾ മനസ്സിൽ ഉറക്കെ ശബ്ദം ഉണ്ടാക്കണ്ട, മനസ്സിൽ മാ എന്നൊരു ശബ്ദം. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പോട്ടെ, പ്രത്യേകിച്ച് ബലമൊന്നും പ്രയോഗിക്കാതെ. ഓ, ഒരു 10 ആവർത്തി ഇത് തുടരണേ. ബാഗുകളെല്ലാം താഴെ വയ്ക്കുക, കണ്ണുകൾ അടച്ചിരിക്കുക. മാ എന്ന് പറഞ്ഞ് ശബ്ദം എടുക്കുക, ശ്വാസം എടുക്കുക. ഓം എന്ന് പറഞ്ഞിട്ട് ശ്വാസം പുറത്തോട്ട്. പ്രത്യേകിച്ച് ബലമൊന്നും പ്രയോഗിക്കേണ്ട, നാച്ചുറലായിട്ട് കണ്ണുകൾ അടച്ചിരിക്കണേ, സംസാരിക്കല്ലേ. ശരീരം ഇപ്പോൾ പൂർണ്ണമായിട്ടും റിലാക്സ്ഡ് ആണ്. ഇനി നമ്മൾ നമ്മുടെ മനസ്സിനെയും കൂടി ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നു. മാ എന്ന് പറഞ്ഞിട്ട് ശബ്ദം, ആ ഒരു മാതൃ ശബ്ദം, മാ. അകത്തോട്ട് ശ്വാസം എടുത്തു, ഓംകാരം, ഓ, പുറത്തേക്ക്. ഇതൊരു 6 ആവർത്തിയും കൂടി. മാ, ഓ, മാ, ഓ. ശബ്ദം ഉണ്ടാക്കല്ലേ. പതുക്കെ കൈകൾ രണ്ടും കൂട്ടിത്തിരുമി ആ ഒരു ചെറു ചൂട് നമ്മുടെ കൺപോളകളിൽ വളരെ പതുക്കെ, ശബ്ദം ഉണ്ടാക്കല്ലേ, വളരെ പതുക്കെ, നിങ്ങൾ മാത്രം കേട്ടാൽ മതി. ചെറു ലഘു ചൂട് വരും, ചെറിയൊരു ചൂടല്ല, ഒരു വാംനെസ്, അത്രേ ഉള്ളൂ. പതുക്കെ ഈ ഒരു ഉണർവ്. അപ്പം നമ്മൾ ധ്യാനം എന്തിനാണെന്ന് പഠിച്ചു. നന്നായിട്ട് പഠിക്കാൻ, നന്നായിട്ട് കളിക്കാൻ, നന്നായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ, ഏത് പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ മനസ്സിനെ ആ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആണ് നമ്മൾ ധ്യാനം ചെയ്യുന്നത്. അമ്മ പറയുന്നൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ മനസ്സിൽ ചിന്തകളുടെ എണ്ണം കുറയും തോറും, ഒരുപാട് ചിന്തകൾ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ആ ചിന്തകളുടെ എണ്ണം കുറയും തോറും ഉള്ള ചിന്തയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കും. അവസാനം ഒരു ചിന്ത, ആ ചിന്ത ചിലപ്പോൾ പഠനത്തെക്കുറിച്ചായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ നൃത്തത്തിലായിരിക്കും, ആ ചിന്തയുടെ ശക്തി ഏറ്റവും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഏത് മേഖലയിലും, പഠനമായാലും വിനോദമായാലും, ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ധ്യാന പരിശീലനം നമുക്ക് സാധിക്കും. നമുക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോവില്ലേ? ഡോക്ടർ എന്ത് ചെയ്യും? ഒരു മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ തരും അല്ലേ? എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? കഴിക്കണം. അല്ലാതെ ആ പ്രിസ്ക്രിപ്ഷൻ മേടിച്ച് വീട്ടിൽ കൊണ്ട് ലൈബ്രറിയിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത് പഠിച്ചിട്ട് മാത്രം കാര്യമില്ല. പ്രാക്ടീസ് മേക്സ് എ പെർഫെക്റ്റ്.
യോഗി. നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് നേരമെങ്കിലും ഇന്ന് പഠിച്ചത്, അതായത് ഈ മാ ഓം അല്ലെങ്കിൽ ശരീരത്തിൻ്റെ റിലാക്സേഷൻ, അതല്ലെങ്കിൽ നമ്മുടെ അവയർനെസ് ഗെയിം, ഇതെല്ലാ ദിവസവും കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്കെല്ലാവർക്കും അമ്മ ജഗദീശ്വരിയായ ശ്രീ മാതാമൃതാനന്ദമയി ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ സമർപ്പിക്കുന്നു. നമഃശിവായ. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഗുരുജി. അത്രയും പവർഫുള്ളായിട്ട് ഒരുപാട് ടിപ്സാണ് ഇവർക്ക് കൊടുത്തത്. അപ്പോൾ ഗുരുജിയുടെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞ പോലെയൊക്കെ അനുസരിച്ച് നല്ല മക്കളായിട്ട് മുന്നോട്ട് പോവോ? എന്നാ ഗുരുജിക്ക് നല്ല സ്നേഹത്തിൽ നല്ലൊരു ക്ലാപ്പ് കൊടുത്താലോ? താങ്ക് യു സോ മച്ച് ഗുരുജി ഫോർ ദി വാല്യുബിൾ ടൈം. ഒരുപാട് സന്തോഷം.